ഒരിക്കൽ മൈക്കലാഞ്ചലോ തൻ്റെ സുഹൃത്തിനെ കാണുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ കയറുന്നതിനു മുമ്പ് മുറ്റത്ത് കിടന്നിരുന്ന ചെളി പുരണ്ട ഒരു കല്ല് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം വീട്ടിനകത്തേക്ക് പ്രവേശിച്ചു, ആതിഥേയത്വമൊക്കെ സ്വീകരിച്ചു, സുഹൃത്തുമായിട്ട് ഒത്തിരി നേരം സംസാരിച്ചു. അതിനുശേഷം തിരിച്ചു പോകുവാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ചെളി പുരണ്ട കല്ല് കണ്ടിട്ട് അദ്ദേഹം സുഹൃത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ കല്ല് ഇവിടെ കിടക്കുന്നത്? സുഹൃത്ത് പറഞ്ഞു, എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, അത് ചുമ്മാ അവിടെ കിടക്കുന്നു എന്നേ ഉള്ളൂ. ആകാംക്ഷയോടെ മൈക്കലാഞ്ചലോ ചോദിച്ചു, എന്നാൽ പിന്നെ ആ കല്ല് എനിക്ക് തന്നുകൂടെ? സുഹൃത്ത് സന്തോഷത്തോടെ ഈ കല്ല് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അതുകൊണ്ട് വീട്ടിലേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷം ഈ സുഹൃത്ത് മൈക്കലാഞ്ചലോയുടെ ആർട്ട് ഗ്യാലറി സന്ദർശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനോഹരമായ മാലാഖയുടെ ഒരു ശില്പം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് ഒത്തിരിയേറെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അത് മൈക്കലാഞ്ചലോയോട് ഈ സുഹൃത്ത് പറഞ്ഞപ്പോൾ മൈക്കലാഞ്ചലോ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ മാലാഖയാണ് നിൻ്റെ മുറ്റത്ത് കിടന്നിരുന്ന ആ ചെളി പുരണ്ട കല്ല്. അന്ന് ആ കല്ലിൽ ഒന്നും കാണുവാനായിട്ട് നിനക്ക് സാധിച്ചില്ല, എന്നാൽ എനിക്ക് കാണുവാൻ സാധിച്ചത് ഈ മനോഹരമായ ശില്പത്തെയാണ്. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളും ഇപ്രകാരമാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ നല്ല ശില്പത്തെ കണ്ടു മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ടോ? അതോ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു ചെളികൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.